മറ്റു വാർത്തയിലേക്ക്. കരൂർ ദുരന്തത്തിൽ TVKയ്ക്കും അധ്യക്ഷൻ വിജയ്ക്കുമെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി FIR. റാലിക്കെത്താൻ വിജയ് മനഃപൂർവ്വം 4 മണിക്കൂർ വൈകിയെന്ന് FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. കരൂർ സന്ദർശിക്കാൻ വിജയ്ക്ക് പോലീസ് ഇന്ന് അനുമതി നൽകിയില്ല. ദുരന്തത്തിൽ ASP പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. വൻ ജനക്കൂട്ടം യാതൊരു സുരക്ഷയുമില്ലാതെ തടിച്ചുകൂടിയതാണ് കരൂരിൽ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. TVKയ്ക്കെതിരെ കേസെടുത്ത FIRൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഉച്ചയ്ക്ക് തുടങ്ങേണ്ട റാലിയിൽ വിജയ് എത്തിയത് 4 മണിക്കൂർ വൈകി. മനഃപൂർവ്വം വൈകിയെന്നാണ് FIRൽ പറയുന്നത്. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും ശക്തിപ്രകടനത്തിനുമായാണ് പരിപാടിയെ കണ്ടത്. നിബന്ധനകൾ പാലിക്കാതെയായിരുന്നു സ്വീകരണ പരിപാടികൾ. പ്രവർത്തകർ മരങ്ങളിലും ചെറിയ ഷെഡുകളിലും കയറിയിരുന്നു. ഇത് തകർന്ന് താഴെ നിന്നവരുടെ മേലേക്ക് പതിച്ചു. മണിക്കൂറുകൾ കാത്തിരുന്ന ആളുകൾ തളർന്നു വീണു. 11 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പോലീസ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സംഘാടകർ ഒന്നും ചെയ്തില്ല. 10,000 പേർക്ക് അനുമതി നൽകിയിടത്ത് 25,000 പേർ പങ്കെടുത്തെന്നും FIRലുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41ആയി. വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളും പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. DMK-യാണ് ഇതിന് പിന്നിലെന്നാണ് TVKയുടെ ആരോപണം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കരൂരിലെത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ 1.